guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീഷോ ഹോൾ ആണ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറെ മീഷോ ഹോളിൽ ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് കുറെ മീഷോ എന്നുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു 4 കുർത്തീസിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. 4 കുർത്തീസും കോട്ടൺ ബ്ലെൻഡിലുള്ളതാണ്. കുർത്തി വിത്ത് പാന്റ് ആണ് വന്നിരിക്കുന്നത്. സോ എനിക്ക് നല്ല വേർത്ത് ആയിട്ട് തോന്നി. സോ ഞാനൊരു വീഡിയോ എടുക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ നമുക്ക് ആദ്യത്തെ ഡ്രസ്സിലേക്ക് പോവാം. ഞാൻ എല്ലാ ഡ്രസ്സുകളും സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ സെറ്റിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കുർത്തി പ്ലസ് പാന്റ് ആണ്. എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ കുർത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ. ഒരു റെഡ് ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് ആണ്. എന്നാലും ഒരു കോട്ടന്റെ ഫീലാണ് നമുക്ക് തരിക. ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു എന്റെ കിളികൾ ഇങ്ങനെ കലപില 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 നോക്കുന്നത്. അത് അവരുടെ ഒരു ഹോബിയാണ് കേട്ടോ. സോ നെവർ മൈൻഡ്. എന്റെ ക്യാമറമാൻ പാറുക്കുട്ടനാണ്. അപ്പൊ അവള് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് ഒരു 3/4 സ്ലീവ് ആണ് വന്നിട്ട് കേട്ടോ. ഇവിടെ ഒരു നല്ല കട്ടിക്ക് ഇവിടെ നമുക്ക് ഒരു 3/4 അവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതെന്ന് പറഞ്ഞാല് വീനക്കാണ്. നല്ല ഡീപ്പ് വീനക്കും അല്ല, നമുക്ക് മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു ഡ്രസ്സിന്റെ പോലെ തന്നെ കെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ട് ഇത്രയും നീളമുണ്ട്. കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. അതെനിക്കൊരു നെഗറ്റീവ് തോന്നി. പക്ഷെ ഇത് പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഒരു കുർത്തി പ്ലസ് പാന്റ് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലിറ്റ് കുറച്ച് കയറ്റി വെക്കേണ്ടവർക്ക് കയറ്റി വെക്കാം. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് തോന്നിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ പാന്റ് എന്ന് പറഞ്ഞാല് സെയിം ഇതേ കളർ പാന്റ് തന്നെയാണ് വന്നത്. കണ്ടോ, ഇലാസ്റ്റിക് ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഇലാസ്റ്റിക് വിത്ത് പാന്റ് ആണ്. പിന്നെ ഇതിന്റെ നമ്മുടെ 3/4 കൈയുടെ പോലെ തന്നെ ഇവിടെ കാലിന്റെ അടിയിലും ഒരു പട്ട പോലെ വെച്ചിട്ടുണ്ട്. നല്ല നീളമുണ്ട്. നല്ല 3/4 അല്ല കേട്ടോ, നല്ല നീളമുണ്ട്. എനിക്ക് കാലിന്റെ താഴ്ഭാഗം വരെ ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല വിസ്താരമുള്ള നല്ലൊരു പാന്റ് ആയിട്ട് വന്നിട്ടോ. പക്ഷെ ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. ഇങ്ങനെ കാണുന്ന പോലെയല്ല, കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ഇത് കുത്തി ഇടുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നുന്നില്ല. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒക്കെ മീഡിയം സൈസ് ആണ്. കുർത്തീസ് മൊത്തം മീഡിയം സൈസ് ആണ് കേട്ടോ. അപ്പൊ ഒരു 300-350 രൂപയ്ക്കുള്ളിൽ നല്ല വേർത്ത് ആയിട്ട് തോന്നി. ഡിഫറെന്റ് പ്രൈസ് ആയിട്ടാണ് വരാറ്. കാരണം ചിലപ്പോൾ 320 കാണിക്കും, ചിലപ്പോൾ 350 കാണിക്കും, ചിലപ്പോൾ 310 കാണിക്കും, ചിലപ്പോൾ 290 കാണിക്കും. അപ്പൊ വില അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനപ്പോ ഇതിന്റെ കോഡും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പൊ ഇതാണ് ഒരു കുർത്തി വന്നിട്ട്. അപ്പൊ രണ്ടാമത്തെ കുർത്തി വന്നിട്ട് എന്റെ ഫേവറേറ്റ് കളറാണ്. ലൈറ്റ് ഒരു നമ്മളെന്താ പറയാ, അതിനെ വഴുതനപ്പൂ കളറ്, പെർപ്പിള്, വയലറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയാണ്, ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും വിത്ത് പാന്റ് ആണ്. അപ്പൊ നിവർത്തി കാണിച്ചു തരാം. സെയിം അതേപോലെ തന്നെ കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. അതിനേപോലെ തന്നെ നമുക്കൊരു വീനക്ക് തന്നെയാണ് അതിന്റെ കഴുത്ത് വന്നിട്ട്. ഇതിന്റെ അവിടെ കൈക്ക് ഇങ്ങനെ വലിയ പട്ട ഒന്നും ഇല്ല. എന്നാലും കുറച്ചും കൂടി ഒരു ലൂസ് ആയിട്ടുള്ള കൈയാണ്. ഇവിടെ വന്നിട്ട് ഇതൊരു ടൈറ്റും ആവുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം കൈയാണ് കേട്ടോ. ആ കൈയുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഒരു പ്രത്യേകതരം കൈയാണ്. ഇതിന് തയ്ച്ചാലും മിസ്റ്റേക്ക് ആണോന്നൊന്നും അറിയില്ല. കൈ ഒരു പ്രത്യേക രീതിയിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇച്ചിരി ലൂസ് ആയിട്ടാണ്. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതും ഈ ഒരു വലിയ ഫ്ലവർ ഉണ്ട്. ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെ തോന്നിക്കും. ഇതും കുറച്ചധികം നീളമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ നമ്മുടെ ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗമാണ് കുറച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചും കൂടി കയറിയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നേനെ. ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. ഇതും കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത്. ഇതിന്റെ പാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രസം എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ പാന്റ് ആണ് വന്നിട്ട്. സെയിം വിത്ത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ അവിടെയും പ്രത്യേകിച്ച് നമുക്ക് കാല് കണ്ടോ, ഒരു സ്ട്രെയിറ്റ് കട്ട് പാന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല നീളമുള്ള പാൻസ് തന്നെയാണ്. അപ്പൊ ഇച്ചിരി നീളം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഇത് കയറ്റിയിടാം, ഇവിടെ വരെയിട്ട് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഇത് മുറിച്ച് കളഞ്ഞിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. നല്ല കളറായിട്ട്, നല്ല കളർ കോമ്പോ കേട്ടോ. ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്ന ഒരു കുർത്തി ആൻഡ് പാന്റ് കോമ്പോ ആണ് ഇത് വന്നിട്ട്. പ്രൈസ് റേറ്റിന് ഭയങ്കര വെർത്താണ്. സൈഡിലെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചെയ്യാം. കിളി മിണ്ടാണ്ടിരി. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ രണ്ടാമത്തെ പാന്റ് വന്നിട്ട്, അല്ല പാന്റ് ആൻഡ് കുർത്തി വന്നിട്ട്.
zrzucam wers na rewir, gdzie ciągły trening czyni mistrza, więc wiem jak przeżyć. Wiem, że wierzysz, wiem, że ci zależy, ale to ja jestem jak... മൂന്നാമത്തെ കുർത്തി വന്നിട്ട് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചുള്ള കുർത്തീസ് ഒക്കെ നല്ല കളർ കോംബോ ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു മെറൂൺ കളറിലുള്ളതാണ് ഈ ഒരു കുർത്തി വന്നിട്ട്. എനിക്ക് കുർത്തി പ്ലസ് പാന്റ് ഉണ്ട് കേട്ടാ. ഇപ്രാവശ്യത്തെ ഈ ഒരു വീഡിയോ മൊത്തം കുർത്തി പ്ലസ് പാന്റ് ആണ്. സോ ഇതാണ് കേട്ടാ മൊത്തത്തിലുള്ള ഒരു ലുക്ക്. ഇതിന്റെ കഴുത്തെന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്, കണ്ടോ? ഇവിടെ ഒരു പ്രത്യേക വർക്ക് ഉണ്ട്. ഈ സൈഡിൽ കൂടെ ഒരു ലേസ്, ഫ്രണ്ടിൽ കൂടെ ഒരു ലേസ് വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കുർത്തീസിനെ പോലെ തന്നെ വീനെക്കല്ല, ഒരു പ്രത്യേക തരം നെക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കൈയുടെ അവിടെ അതൊരു കുഞ്ഞ് ലേസ് വെച്ചിട്ട് കുറച്ച് കേറി നിൽക്കുന്ന ഒരു പട്ടാന്നാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ ഒരു പട്ട വെച്ചിട്ടുണ്ട്. പിന്നെന്താ, നല്ല നീളത്തിലുള്ള കുർത്തിയാണ്. ഇതിന്റെ ആ ഒരു കളർ കോംബോ ആണ് രസം വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു കളർ കോംബോ അല്ലെ. ഇതും കോട്ടൺ ബ്ലൻഡിലാണ് വന്നിരിക്കുന്നത്. മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത്. ഇതിന്റെ പാന്റ് എന്ന് പറഞ്ഞാൽ ഈ പാന്റും ഈ കുർത്തിയുടെ ഈ ഒരു പട്ടയും സെയിം ആണ് കേട്ടോ. അപ്പൊ പാന്റും ആസ് യൂഷ്വൽ നമുക്ക് എന്താ പറയാ ഇലാസ്റ്റിക് സൈസ് ആണ്. മറ്റുള്ള പാന്റുകൾ അത്ര നീളമില്ലെങ്കിലും ഇത് ഇത്രയും നീളമുണ്ട്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ കോളേജ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ അമ്മമാരൊക്കെ നിൽക്കില്ലേ ഇങ്ങനെ കുർത്തി പാൻ്റ് ഒക്കെ ഇടുന്നുണ്ട്, അവർക്കൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കോളേജിലോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇത് രണ്ടുമാണ് മൂന്നാമത്തെ കോട്ടൺ ബ്ലെൻഡിൽ വന്നിരിക്കുന്നത്. ഇത് മീഡിയം സൈസ് ആണ് വന്നിട്ടുള്ളത്. ഇതും എനിക്ക് സ്ലിറ്റിന്റെ ഒരു സൈഡിൽ മാത്രം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി ട്രാൻസ്പെറന്റ് ആണ്. ഷിമ്മീസ് ഇട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ നമ്മളെല്ലാവരും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. Bombardier zrzucam wers na rewir, gdzie ciągły trening czyni mistrza, więc wiem jak przeżyć. Wiem, że wierzysz, wiem, że ci zależy. ലാസ്റ്റ് വണ്ണാണ് എന്റെ ഫേവറേറ്റ് വൺ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. കാണിച്ചരാട്ടോ. അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഇതിന്റെ സാരി മോഡലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. യെസ്, ഇതാണ് കേട്ടോ. ഇത് മീഡിയം സൈസ് 38 സൈസാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ ഒരു ഓവർ കോളർ ഒരു മോഡലാണ്. ഇച്ചിരി ഡീപ്പ് വി ആണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കോളർ ഉള്ളതുകൊണ്ട് ആ ഒരു ഡീപ്പ് വിക്ക് ഒരു വീനെക്കിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. എന്നാലും വീനെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. കൈയുടെ ഇവിടെയും ഈ ഒരു പട്ടയുടെ സൈഡിൽ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടി എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ആ ഒരു പാറ്റേൺ, ഇതിന്റെ ഒരു കളറെല്ലാം വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇച്ചിരി ലെങ്ത് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഇത് ഇച്ചിരി കൂടി കട്ടി എനിക്ക് ഫീൽ ചെയ്തു. മറ്റുള്ള കുർത്തീസിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടി കട്ടി എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടി കോട്ടൺ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതിന് കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് എന്നാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പാൻ്റാണ് അടിപൊളി എന്ന് പറയുന്നത്. വെള്ള പാൻ്റാണ്. ഏതിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. വിത്ത് എലാസ്റ്റിക് ഉണ്ട്, നല്ല കട്ടി എലാസ്റ്റിക് ആണ് കേട്ടോ. മറ്റ് നമ്മുടെ മൂന്നാമത്തെ സൈസ് ആ കുർത്തിയുടെ എലാസ്റ്റിക് ഇച്ചിരി ലൂസ് പോലെ തോന്നി. ഇത് നല്ല കട്ടി ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ നല്ല നീളമുണ്ട്. പക്ഷെ പാൻസ് ആസ് യൂഷ്വൽ ഇച്ചിരി ട്രാൻസ്പെറന്റ് ആണ്. ഇതിന്റെ അടിയിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു പാൻറ്റും കൂടി ഇടേണ്ടി വരും എന്ന് തോന്നുന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞ ഒരു ഖാദി കോട്ടൺ ഖദറിന്റെ ഒരു ലുക്കാണ്. നല്ല നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നാലാമത്തെ വന്നത്. Bombardier zrzucam wers na rewir, gdzie ciągły trening czyni mistrza, więc wiem jak przeżyć. Wiem, że wierzysz, wiem, że ci zależy, ale to ja jestem. ഈ 4 എണ്ണം നമുക്കൊരു 300-350 റേറ്റിന് മേളിലേക്ക് പോയിട്ടില്ല. ഇടയ്ക്ക് എങ്ങനെ ഒരു 350 കണ്ടെങ്കിലായി. അപ്പൊ ഇതാണ് നമ്മുടെ 4 ഒരു കുർത്തി പ്ലസ് പാന്റ് കോംബോ വന്നിട്ട്. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.